ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെജ് ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ജീരകശാലയിലാണ് ബിരിയാണി ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് വെജ് ബിരിയാണി ആയ കാരണം ഒന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തുള്ളത്. 2 കപ്പ് ബസ്മതി റൈസ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതൊരു പാത്രത്തിൽ കുതിർക്കാനായിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ റൈസ് നമുക്കൊരു അരിപ്പയിലേക്ക് വാരാനായിട്ട് വെക്കാം കേട്ടോ. ഞാൻ ഈ വെജ് ബിരിയാണി ഉണ്ടാക്കുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിലുള്ള സോയ ചങ്ക്സ് ആണ്. അപ്പോൾ വലിപ്പം എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സോയ ചങ്ക്സിനെ കുതിർത്തെടുക്കണം. ഒന്നില്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ വെച്ച് തിളച്ചതിന് ശേഷം സോയ ചങ്ക്സിന് അതിലിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് സോയ ചങ്ക്സ് അതിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 2 രീതിയിൽ നമുക്ക് കുതിർത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇല്ലേ, അത് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിരാ. അപ്പം ഞാൻ ഈ രീതിയാണ് ചെയ്യണത്. ഇങ്ങനെ തന്നെ വേണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ആ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെയും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ കുതിർന്ന് വരട്ടെ. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിത് പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ റൈസ് ഈ അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ചൂടെല്ലാം ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോയ ചങ്ക്സ് പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇതേപോലെ വേണം പിഴിഞ്ഞെടുക്കാനായിട്ട്. ഓരോന്നോരോന്നേ പിഴിഞ്ഞെടുക്കുന്നതും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് പിഴിഞ്ഞെടുക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയില്ലേ. 4 ഇശ വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. കണ്ടില്ലേ? ഇതേപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇതിലേക്ക് ഒരു പ്രാവശ്യം കൂടിയും പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഇതിപ്പോൾ കണ്ട ഇതിൽ നിന്ന് വീണ്ടും പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ സോയ ചങ്ക്സ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ വെള്ളം പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിത് മൂടി വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കുന്നത് കേട്ടോ. പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഈ സോയ ചങ്ക്സിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ റൈസിലേക്കും കൂടി പിടിക്കുന്ന രീതിയിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ റൈസ് ഞാനിതിലേക്ക് എല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട് നോക്കാം. നമ്മുടെ വേവിനനുസരിച്ച് നോക്കി എടുക്കുക. പകുതി വേവെന്നല്ല, കറക്റ്റ് വേവാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി റൈസ് തുറന്ന് വെച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഊറ്റിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്ക് വെള്ളം ഒഴിച്ച് അങ്ങനെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്.
അപ്പോൾ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഞാനതൊരു അരിപ്പയിൽ വാരാൻ വെച്ചിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി ആയതുകൊണ്ട് ഓയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് സവാള ഒക്കെ വറുത്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ സവാള ആയിട്ടുണ്ട്. ഞാനിത് ഓയിലിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് പകർത്താണ് കേട്ടോ. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതേപോലെ ഉണക്കമുന്തിരിയും വറുത്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഓയിലിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ സോയ ചങ്ക്സിൻ്റെ ഒരേ സൈഡ് ആവുന്നതിനനുസരിച്ച് ഇളക്കി കൊടുത്ത് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് പകർത്താണ്. ഇതേപോലെ ബാക്കിയുള്ള സോയ ചങ്ക്സും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്കിനി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഉരുളി എടുക്കാനുള്ള കാരണം നമ്മൾ ഇളക്കി കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ബിരിയാണി ആണെങ്കിലും ഫ്രൈഡ് റൈസൊക്കെ ആണെങ്കിലും എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഇളക്കി കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു അടി പരന്ന പാത്രം എടുക്കാനായിട്ട് നോക്കുക. ഞാനിപ്പോൾ ബിരിയാണി ഇപ്പോൾ എല്ലാതും റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോയ ചങ്ക്സ് എല്ലാം ഫ്രൈ ആയി വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉരുളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഉരുളിയിലേക്ക് 1.5 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഓയിലും കൂടിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 കറുവപ്പട്ട, 5 ഗ്രാമ്പു, 5 ഏലക്കായ, 1 തക്കോലം, ചെറുതായതുകൊണ്ട് 2 ബേ ലീഫ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാതും ഇതിൽ കിടന്നിട്ട് ഒന്ന് ചൂട് പിടിച്ച് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. സവാള ഇട്ട് കൊടുത്തിട്ട് കണ്ടിന്യൂസ്ലി ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെ എല്ലാം ഒരു പച്ചമണം ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അതുപോലെ സവാള ഒന്ന് വാടി വരണം. അപ്പോൾ അതുവരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 1 കൈ മല്ലിയിലയും അതുപോലെ തന്നെ 1 കൈ പുതിനയിലയും ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. തുടർച്ചയായിട്ട് ഒരു 3 മിനിറ്റോളം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ, വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബീൻസ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്താണ്. സ്വീറ്റ് കോണൊന്നും നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ് കേട്ടോ. ഇതിനൊപ്പം തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് വെജ് ബിരിയാണിയിൽ ഉരുളൻകിഴങ്ങ് കഴിക്കാൻ തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സോയ ചങ്ക്സിൽ ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റൈസിലും ഉപ്പിട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഈ കാണുന്ന മസാലയിലേക്ക് മാത്രമുള്ള
ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഇട്ട് കൊടുത്തിട്ടുള്ള പച്ചക്കറികളൊക്കെ നല്ലപോലെ ചൂട് പിടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തുള്ള തക്കാളി നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ ചൂട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയ എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ സോയ ചങ്ക്സും ഈ മസാലയും എല്ലാം നല്ലപോലെ മിക്സായി വരണം. അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ റൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂട് കയറ്റിയാൽ മതി കേട്ടോ. നമ്മൾ റൈസ് ഇട്ടതിന് ശേഷം ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ 1 കപ്പ് സോയ ചങ്ക്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ നമ്മളാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം നമ്മളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. സാധാരണ നമ്മൾ കഴിച്ചിട്ടുള്ള ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കഴിച്ചിട്ടുള്ള വെജ് ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് മസാലയും അതുപോലെ തന്നെ വെജിറ്റബിളും എല്ലാം കൂടുതൽ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. ആകെ അങ്ങോട്ട് മട്ടിക്കും. അപ്പോൾ നമ്മളിതിൽ പാകത്തിനുള്ള വെജിറ്റബിളും പാകത്തിന് മസാലയും ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതിൽ ഉരുളൻകിഴങ്ങൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം ചില ഉരുളൻകിഴങ്ങ് ബിരിയാണിയിൽ ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഒരു എന്താ പറയുക ഒരു മട്ടൺ ഒരു ടേസ്റ്റാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. നിങ്ങൾക്ക് ഉരുളൻകിഴങ്ങിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിൽ ബിരിയാണിയാണ്. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഓണിയൻ റൈത്തയും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. വെജിറ്റബിൾ ബിരിയാണി ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. അത്രയും ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അതിൽ നമ്മൾ സാധാരണ ചിക്കൻ എഗ്ഗ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഞാൻ ഈ വെജിറ്റബിൾ ബിരിയാണിയിൽ സോയ ചങ്ക്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഫ്രൈ ഒക്കെ ചെയ്ത് എന്നിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.